അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആരുടെ പക്കലാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഉത്തരം യഹൂദന്റെ. റോമർ 3:1-2. രണ്ടാമത്തെ ചോദ്യം, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ എന്തിനും ഒരു നാളും നീക്കം വരികയില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉത്തരം ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക്. റോമർ 3:3. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് ഒരു നാളും നീക്കം വരാത്തത്? യഹൂദന്മാരുടെ അവിശ്വാസം. റോമർ 3:3. നാലാമത്തെ ചോദ്യം, ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം എപ്പോൾ ജയിക്കും? ഉത്തരം ന്യായവിസ്താരത്തിൽ. റോമർ 3:4. അഞ്ചാമത്തെ ചോദ്യം, നമ്മുടെ അനീതി എന്ത് പ്രസിദ്ധമാക്കുന്നു? ഉത്തരം ദൈവത്തിന്റെ നീതിയെ. റോമർ 3:5. ആറാമത്തെ ചോദ്യം, ദൈവം വിധിക്കുന്നത് എന്തിനെ? ഉത്തരം ലോകത്തെ. റോമർ 3:6. ഏഴാമത്തെ ചോദ്യം, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ എന്തിന് കീഴാകുന്നു? ഉത്തരം പാപത്തിന്. റോമർ 3:9. എട്ടാമത്തെ ചോദ്യം, എല്ലാവരും വഴിതെറ്റി എങ്ങനെയുള്ളവരായി? ഉത്തരം കൊള്ളരുതാത്തവർ. റോമർ 3:12. ഒമ്പതാമത്തെ ചോദ്യം, പാപിയുടെ നാവ് എന്തു ചെയ്യുന്നു? ഉത്തരം ചതിക്കുന്നു. റോമർ 3:13. പത്താമത്തെ ചോദ്യം, പാപിയുടെ വായിൽ എന്താണ് ഉള്ളത്? ഉത്തരം ശാപവും കയ്പും. റോമർ 3:14. 11ാമത്തെ ചോദ്യം, ന്യായപ്രമാണം പറയുന്നത് എല്ലാം ആരോടാകുന്നു പ്രസ്താവിക്കുന്നത്? ഉത്തരം ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരോട്. റോമർ 3:19. 12ാമത്തെ ചോദ്യം, എന്തിന്റെ പ്രവൃത്തികളാലാണ് ഒരു ജഡവും ദൈവസന്നിധി നീതീകരിക്കപ്പെടാത്തത്? ഉത്തരം ന്യായപ്രമാണത്തിൽ. റോമർ 3:20. 13ാമത്തെ ചോദ്യം, ന്യായപ്രമാണത്താൽ ഒരുവന് എന്തുള്ളവനാകുന്നു? ഉത്തരം പാപത്തിന്റെ പരിജ്ഞാനം. റോമർ 3:20. 14ാമത്തെ ചോദ്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധി നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം പൗലോസ്. റോമർ 3:20. 15ാമത്തെ ചോദ്യം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എന്ത് സാധിക്കുന്നില്ല? ഉത്തരം ഒരു ജനവും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. റോമർ 3:20. 16ാമത്തെ ചോദ്യം, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവനീതി. റോമർ 3:21. 17ാമത്തെ ചോദ്യം, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവനീതി. റോമർ 3:21. 18ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിനെ വിശ്വസ്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നതിന് സാക്ഷ്യം പറയുന്നു. ഉത്തരം ന്യായപ്രമാണവും പ്രവാചകന്മാരും. റോമർ 3:21-22. 19ാമത്തെ ചോദ്യം, ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച്. റോമർ 3:21-22. 20ാമത്തെ ചോദ്യം, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ചെയ്തത് എന്താണ്? ഉത്തരം പാപം. റോമർ 3:23. 21ാമത്തെ ചോദ്യം, എല്ലാവരും പാപം ചെയ്ത് എന്തില്ലാത്തവരായി തീർന്നു? ഉത്തരം ദൈവതേജസ്. റോമർ 3:23. 22ാമത്തെ ചോദ്യം, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ലഭിക്കുന്നത് എന്താണ്? ഉത്തരം നീതീകരണം. റോമർ 3:24. 23ാമത്തെ ചോദ്യം, ആരുടെ വീണ്ടെടുപ്പ് മൂലമാണ് സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം യേശുവിന്റെ. റോമർ 3:24. 24ാമത്തെ ചോദ്യം, വിശ്വസിക്കുന്നവർക്ക് രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം ആരെയാണ് പരസ്യമായി നിർത്തിയിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിനെ. റോമർ 3:25. 25ാമത്തെ ചോദ്യം, ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത് എന്തിനു? ഉത്തരം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം ആക്കുവാൻ. റോമർ 3:25. 26ാമത്തെ ചോദ്യം, ദൈവിക നീതീകരണ വ്യവസ്ഥ എന്താണ്? ഉത്തരം സൗജന്യമായ നീതീകരണം. റോമർ 3:25. 27ാമത്തെ ചോദ്യം, ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടത് എന്തിനാണ്? ഉത്തരം ദൈവത്തിന്റെ നീതിയെ പ്രശംസിക്കാൻ. റോമർ 3:25-26. 28ാമത്തെ ചോദ്യം, മനുഷ്യന്റെ പ്രശംസ പോയത് ഏതു മാർഗത്താലാണ്? ഉത്തരം വിശ്വാസ മാർഗത്താൽ. റോമർ 3:27. 29ാമത്തെ ചോദ്യം, എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം വിശ്വാസത്താൽ. റോമർ 3:28. 30ാമത്തെ ചോദ്യം, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമല്ല പിന്നെ ആരുടെ കൂടിയാണ്? ഉത്തരം ജാതികളുടെ. റോമർ 3:29. 39ാമത്തെ ചോദ്യം, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമല്ല ജാതികളുടെ ദൈവമല്ലയോ എന്ന് ചോദിച്ചതാര്? ഉത്തരം പൗലോസ്. റോമർ 3:29. 32ാമത്തെ ചോദ്യം, പരിച്ഛേദനക്കാരും അഗ്രച
അഗ്രചർമ്മികളും ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം വിശ്വാസത്താൽ. റോമർ 3:30. 33-ാമത്തെ ചോദ്യം. ദൈവം വിശ്വാസം മൂലം ആരെയൊക്കെ നീതീകരിക്കുന്നു? ഉത്തരം പരിശോധനക്കാരും അഗ്രചർമ്മികളും. റോമർ 3:30. 34-ാമത്തെ ചോദ്യം. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്ര ചെയ്യുന്നു എങ്ങനെ? ഉത്തരം വിശ്വാസത്താൽ. റോമർ 3:31.